ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് യൂട്ടിലിറ്റി എന്നാണ്. വാട്ട് ഈസ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി മീൻസ് ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ആഗ്രഹ സഫലീകരണത്തിനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പഠിക്കുന്നത്. ഈ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് യൂട്ടിലിറ്റി ക്രിയേറ്റ്സ് ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിക്ക് ഒരു ഡിമാൻഡ് ഉണ്ടാക്കുന്നത് യൂട്ടിലിറ്റിയാണ്. Utility is subjective, it change from time to time, it change from place to place. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്, വ്യക്തികൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരാൾ ഉപയോഗിക്കുന്ന വസ്തു ആയിരിക്കണമെന്നില്ല മറ്റൊരാൾ ഉപയോഗിക്കുന്നത്. ഒരാൾ ഉപയോഗിക്കുന്ന വസ്തുവിനോടുള്ള താല്പര്യമായിരിക്കണമെന്നില്ല മറ്റൊരാൾക്ക് ഈ വസ്തുവിനോടുള്ള താല്പര്യം. ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം, സമയമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അതായത് കാലമനുസരിച്ച്. എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കളല്ല ഒരേ വ്യക്തി തന്നെ വർഷക്കാലത്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ പ്ലേസ് ടു പ്ലേസ്, തണുപ്പുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കളല്ല അതേ ആള് തന്നെ ചൂടുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. ഇനി യൂട്ടിലിറ്റിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ രണ്ട് അപ്രോച്ചുകളുണ്ട്: കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ ആർഗ്യുമെന്റേഴ്സ്. They says utility can be measurable and expressed in numbers. Utility utils എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ ആർഗ്യുമെന്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് കനോട്ട് ബി മെഷറബിൾ, ഇറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്, ഇറ്റ് ക്യാൻ ബി റാങ്ക്സ്. അത് റാങ്ക് ചെയ്യാനാണ് പറ്റുക. ഒരു വസ്തുവിനേക്കാൾ ബെറ്റർ ആണ് മറ്റൊരു വസ്തു എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയുടെ അതേ അളവിൽ എന്ന് പറയുന്നില്ല, അതുപോലെയുള്ള സാറ്റിസ്ഫാക്ഷൻ മറ്റൊരു വസ്തുവിൽ നിന്ന് കിട്ടില്ല എന്ന് പറയും. ടോട്ടൽ യൂട്ടിലിറ്റി. വാട്ട് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി അനാലിസിസ് പഠിക്കേണ്ട രണ്ട് ടേമുകളാണ് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ലോ ആണ്. ദ ലോ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇൻട്രൊഡക്ഷനിൽ. ആൽഫ്രഡ് മാർഷൽ ഒരു ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റ് ആണ്, അദ്ദേഹം ഒരു പ്രൊഫസർ ആണെന്ന്. ഈ ലോ പഠിക്കണമെങ്കിൽ നമുക്ക് എന്താണ് യൂട്ടിലിറ്റി എന്നറിയണം. വാട്ട് ഈസ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഒരു വസ്തുവിന്റെ ആഗ്രഹ സഫലീകരണത്തിനുള്ള കപ്പാസിറ്റിയായാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ആ കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് യൂട്ടിലിറ്റി ക്രിയേറ്റ്സ് ഡിമാൻഡ്സ് ഫോർ ദ കമ്മോഡിറ്റി. ദെൻ യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ്. വ്യക്തികൾക്കനുസരിച്ച് ഒരു വസ്തുവിന്റെ യൂട്ടിലിറ്റി മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ടൈം ടു ടൈം, സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പ്ലേസ് ടു പ്ലേസ്, സ്ഥലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരാൾക്ക് അരി ഇഷ്ടമാണ്, ഒരാൾക്ക് അരി ഇഷ്ടമാണെന്നില്ല, ഗോതമ്പ് ഇഷ്ടമാണ്. അതുപോലെ വേനൽക്കാലത്ത് ഇഷ്ടപ്പെടുന്ന വസ്തുക്കളായിരിക്കില്ല വർഷക്കാലത്ത് അതേ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തണുപ്പുള്ള സ്ഥലത്ത് ഇഷ്ടപ്പെടുന്ന വസ്തുക്കളായിരിക്കില്ല ചൂടുള്ള സ്ഥലത്ത് ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്, ഇറ്റ് ഈസ് ചേഞ്ച് ഫ്രം ടൈം ടു ടൈം, പ്ലേസ് ടു പ്ലേസ്. യൂട്ടിലിറ്റിയെ കുറിച്ച് പഠിക്കുന്ന രണ്ട് അപ്രോച്ചുകളാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ ആർഗ്യുമെന്റേഴ്സ്. അവർ പറയുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് സേസ് ദാറ്റ് യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്. യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ സാധിക്കും, അത് നമ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതിനുപയോഗിക്കുന്ന യൂണിറ്റ് ആണ് യൂട്ടിൽസ്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആർഗ്യുമെന്റേഴ്സ് പറയുന്നത് കൺസ്യൂമർ ക്യാൻ റാങ്ക് ചോയ്സസ് ഇൻ ടേംസ് ഓഫ് പ്രിഫറൻസസ്, ഇറ്റ് കനോട്ട് ബി ന്യൂമറിക്കലി മെഷേർഡ്. യൂട്ടിലിറ്റി ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കില്ല, അതിനെ റാങ്ക് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എ സെറ്റ് ഓഫ് കോമ്പിനേഷൻസ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ് സെറ്റ് ഓഫ് കോമ്പിനേഷൻ, അങ്ങനെ പറയാൻ സാധിക്കും. അല്ലാതെ അതിനെ ഇത്ര ക്വാണ്ടിറ്റി യൂട്ടിലിറ്റി അതിൽ നിന്ന് കിട്ടി, ഇത്ര ക്വാണ്ടിറ്റി യൂട്ടിലിറ്റി ഇതിൽ നിന്ന് കിട്ടി എന്ന് പറയാൻ സാധിക്കില്ല. യൂട്ടിലിറ്റി അനാലിസിസ് പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് ടേംസ് പഠിക്കണം. ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്, മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്. ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഈസ് ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്.
ഒരു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റിയിൽ നിന്ന് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നോ അതിനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതിനെ എക്സംപ്ലിഫൈ ചെയ്താൽ a consumer purchases 5 units of X commodity, he gets 46 units of utility. X എന്ന് പറയുന്ന കമ്മോഡിറ്റി 5 എണ്ണം വാങ്ങുമ്പോൾ 46 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടി അയാൾക്കെന്ന് പറയുന്നു. അതിനർത്ഥം അയാളുടെ ടോട്ടൽ യൂട്ടിലിറ്റി 46 യൂണിറ്റ് ആണ്. എന്തിൽ നിന്ന് കിട്ടിയത്? എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി 5 യൂണിറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയത്. This can be mathematically expressed as TU from Xn is equal to 46. TU is equal to 46. N is equal to 5. Commodity is called X. In marginal utility, what is marginal utility? Marginal utility is a change in the total utility due to the consumption of one additional unit of commodity. While consumption progresses, consumer add 1 unit of commodity to the total commodity. In such a time, how much unit of utility he adds to the total utility, it is called the marginal utility. Marginal utility എന്ന് പറഞ്ഞാൽ ഒരു കൺസംഷൻ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ കൺസംഷനിൽ ഒരു യൂണിറ്റ് വാങ്ങിച്ച് മറ്റ് യൂണിറ്റുകളുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അതുവരെ കിട്ടിയിരുന്ന യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റിയിൽ നിന്ന് എത്ര യൂട്ടിലിറ്റിയാണോ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ എത്രയാണോ അഡീഷണൽ യൂണിറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയത് അതിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. In a simple meaning, we can explain this in the table shown below. ഒന്നാമത്തെ യൂണിറ്റ് യൂട്ടിലിറ്റി കമ്മോഡിറ്റി വാങ്ങിച്ചപ്പോൾ 16 ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടി, 16 മാർജിനൽ യൂട്ടിലിറ്റി. കാരണം ഒന്നാമത്തെ യൂണിറ്റ് അയാൾ വാങ്ങിച്ചിട്ടേ ഉള്ളൂ, ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾ കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി 16, മാർജിനൽ യൂട്ടിലിറ്റി 16. രണ്ടാമത്തെ യൂണിറ്റ് വാങ്ങിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ടു 28, 28ലേക്ക് കൂടി. അപ്പൊ എത്ര യൂണിറ്റ് ആണ് മാർജിനൽ യൂട്ടിലിറ്റി കിട്ടിയത്? അയാൾക്ക് 12 യൂണിറ്റ്. ദാറ്റ് മീൻസ് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് മാറിയപ്പോൾ അയാൾ അഡീഷണൽ ആയിട്ട് ഈ 16 ആഡ് ചെയ്ത് 12 ആണ്. അപ്പോൾ 28 യൂണിറ്റ് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ്. ഈ ആഡ് ചെയ്ത് 12 യൂണിറ്റിനെ വി കോൾ ഇറ്റ് മാർജിനൽ യൂട്ടിലിറ്റി. ദ തേർഡ് യൂണിറ്റ് ഹി പർച്ചേസ്, ഹി ഗെറ്റ്സ് 37 യൂണിറ്റ്സ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി, add 9 units of marginal utility. മൂന്നാമത്തെ പർച്ചേസ് ചെയ്തപ്പോൾ 37 യൂണിറ്റ് അയാൾക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടി, 9 യൂണിറ്റ് അയാൾ ആഡ് ചെയ്തു. ദെൻ ഒരു ക്യാരക്ടർ നമുക്ക് ഈ 2 വേരിയബിളിലും കാണാൻ സാധിക്കും, ഡിഫറെന്റ് ക്യാരക്ടർ. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വൈൽ കൺസംഷൻ പ്രോഗ്രസസ്, യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റീസ് പർച്ചേസിംഗ് പ്രോഗ്രസസ്. മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ് ഫ്രം 16, 12, 9. This phenomena is explained in the law of diminishing marginal utility. This law is explained by Alfred Marshall, a British economist. Marginal utility എന്താണെന്ന് നമ്മൾ പഠിച്ചത്, ഒപ്പം ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനെ ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്യാം. ഈ ടേബുലർ പ്രസന്റേഷൻ അല്ലാതെ ഇതേ സെയിം ഡാറ്റയെ നമ്മൾ ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. While consumption progresses, the unit, this variable increases. Marginal utility, this variable decreases. Total utility, this variable increases. Then we can explain like this. While consumption progresses, total utility increases. At the same time, the marginal utility diminishes. In the graphical presentation, the marginal utility curve move from left to right downwards. Total utility curve move from left to right upwards. The variable utility is marked on the y-axis and the variable unit of commodity is marked on the x-axis. And the origin, this is 0. While consumption progresses, the values in x-axis move from origin to here. The utility values move from origin to here. That means ഒറിജിനിൽ നിന്ന് കൂടുതൽ അകലേക്ക് പോകുന്നു യൂണിറ്റുകൾ പർച്ചേസിംഗ് നടക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയും കൂടുതൽ അകലേക്ക് പോകുന്നു. അപ്പൊ ഈ 2 വേരിയബിളും എന്താണ്?
ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. വെൻ വൺ ഇൻക്രീസസ് അതർ ആൾസോ ഇൻക്രീസസ്. ഇൻ സച്ച് കേസ് the curve represent these type of variables move from left to right upwards. ഇനി യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് യൂട്ടിലിറ്റി ഇവിടെ 16ൽ നിന്ന് ഇങ്ങനെ താഴേക്കാണ് വരുന്നത്, അത് 0 വരെ എത്തുന്നു. അതുകൊണ്ട് ദിസ് മാർജിനൽ യൂട്ടിലിറ്റി കർവ് മൂവ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. The graphical presentation is over. The mathematical presentation is that TUN is equal to 46, XN is equal to 5, then marginal utility of fifth unit is equal to TU5 minus TU4 is equal to 46 minus 43 is equal to 3. This can be easily find out from this table. അഞ്ചാമത്തെ യൂണിറ്റിന്റെ മാർജിനൽ യൂട്ടിലിറ്റി ടേബിൾ എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ യൂണിറ്റിന്റെ മാർജിനൽ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണോ അഞ്ചാമത്തെ യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണോ എന്ന് കാണാം. 46 ആണ് 5, 43 ആണ് 4, 46ൽ നിന്ന് 43 മൈനസ് ചെയ്യുക, 5ൽ നിന്ന് 4 മൈനസ് ചെയ്യുക. അപ്പൊ അഞ്ചാമത്തെ യൂണിറ്റിന്റെ മാർജിനൽ യൂട്ടിലിറ്റി ആയ 3 നമുക്ക് കിട്ടും. In the words of Alfred Marshall, he says the additional benefits which a person derives from a given increase in the stock of a thing diminishes. ഒരാളുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ് ഡിമിനിഷ് ചെയ്യുന്നു. അഡീഷണൽ ബെനിഫിറ്റ്സ് മീൻസ് മാർജിനൽ യൂട്ടിലിറ്റി. ബെനിഫിറ്റ് മീൻസ് യൂട്ടിലിറ്റി. അഡീഷണൽ എന്ന് പറഞ്ഞാൽ മാർജിനൽ. വിച്ച് എ പേഴ്സൺ ഡിറൈവ്സ്, എ പേഴ്സൺ ഗെറ്റ്സ് ഫ്രം ഗിവൺ ഇൻക്രീസ് ഇൻ ദ സ്റ്റോക്ക്. കയ്യിലുള്ള സ്റ്റോക്ക് എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ ഒരു അഡീഷൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ് ഇറ്റ് ഡിമിനിഷസ്. ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നത് എവരി ഇൻക്രീസ് ഇൻ ദ സ്റ്റോക്ക് ദാറ്റ് ഹി ഓൾറെഡി ഹാസ്. അയാളുടെ കയ്യിലുള്ള സ്റ്റോക്ക് എത്രയാണോ അതിൻ്റെ കൂടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓരോന്ന് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ് ഡിമിനിഷ് ചെയ്യും. ദിസ് ഈസ് ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മളത് ടേബിളിൽ എക്സ്പ്ലെയിൻ ചെയ്തു, ഗ്രാഫിലും എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ലോ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ 4 കണ്ടീഷൻസ് നിലവിലുണ്ടായിരുന്നു. ദ ഗുഡ്സ് ആർ സ്റ്റാൻഡേർഡ് 1. ഗുഡ്സിന്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ സൈസിലോ ഒന്നും ഒരു മാറ്റം വരരുത്. കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ് സെയിം ടൈപ്പ് ആയിരിക്കണം. കൺസംഷൻ അല്ലെങ്കിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ഷുഡ് നോട്ട് ബി ചേഞ്ച്. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ദി കൺസംഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് ആയിരിക്കണം. കൺസംഷൻ നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കണം. യൂട്ടിലിറ്റി ഈസ് കൗണ്ടബിൾ ഇൻ നമ്പേഴ്സ്. യൂട്ടിലിറ്റി എന്ത് ചെയ്യാൻ സാധിക്കണം, നമ്പറിൽ കൗണ്ട് ചെയ്യാൻ സാധിക്കണം. ഇത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എക്സ്പ്ലെയിൻ ബൈ